ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കേരള അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്തിലെ കേരളത്തിലെ ജനസംഖ്യ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം 13.45%. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകൾ പത്തനംതിട്ട -3.0%, ഇടുക്കി -1.8%. അപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകൾ പത്തനംതിട്ടയും ഇടുക്കിയുമാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്, -3.12%. അപ്പോൾ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല ചോദിച്ചാൽ മലപ്പുറമാണ്, കുറഞ്ഞ ജില്ല ചോദിച്ചാൽ പത്തനംതിട്ടയാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1-ാം സ്ഥാനം. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084. കുട്ടികളുടെ ലിംഗാനുപാതം 964 1000. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്, 1136 1000. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി, 1006 1000. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി. ചില PSC ഉത്തരങ്ങളിൽ ഉളിയഴത്തുറ തിരുവനന്തപുരം ആൻസർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് നിലവിൽ കണ്ണൻദേവൻ ഹിൽസ് ഇടുക്കി തന്നെയാണ്. എന്നാൽ 2022 ഒരു എക്സാമിന് ഉളിയഴത്തുറ തിരുവനന്തപുരം ആൻസർ ആയിട്ട് PSC എടുത്തിട്ടുണ്ട്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറ ഇടുക്കി. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. 1-ാം സ്ഥാനത്ത് ബീഹാറാണ്, 1106 ചതുരശ്ര കിലോമീറ്റർ. 2-ാം സ്ഥാനത്ത് പശ്ചിമ ബംഗാളാണ്, 1030 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്, 1509 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്, 254 ചതുരശ്ര കിലോമീറ്റർ ആണ്. നഗരവാസികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ശതമാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നഗരവാസികൾ കൂടുതലുള്ളത് എറണാകുളത്താണ്. ഇനി ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാടാണ്. ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരമാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ളത് ആലപ്പുഴയിലാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ കുറവുള്ളത് മലപ്പുറത്താണ്. മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് മലപ്പുറമാണ്. ശതമാന അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് മലപ്പുറത്ത് തന്നെയാണ്. ശതമാന അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ കുറവുള്ളത് പത്തനംതിട്ടയിലാണ്. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളം. ശതമാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ കൂടുതൽ കോട്ടയത്താണ്. ശതമാന അടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ കുറവുള്ള ജില്ല മലപ്പുറമാണ്. കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. 7 താലൂക്കുകൾ വീതമാണ് ഉള്ളത്. കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ. 7 വീതം. കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്, 3 താലൂക്കേ ഉള്ളൂ. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്, 94 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്, 23. ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം, 13 ആണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി, 2 എണ്ണം. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറ. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ആലുവ. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ, 16. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്, 4 എണ്ണം.
ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം. ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ 1.5%. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ 9.1%. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ കൂടുതലുള്ളത് വയനാട്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടിയ ജില്ല പാലക്കാടാണ്. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂരാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് വയനാട്ടിലാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.